ഇത്തവണ ഒരു വനിതാ മുഖ്യമന്ത്രി പോട്ടെ, ഒരു ആഭ്യന്തരമന്ത്രിയെങ്കിലും ഉണ്ടാകുമോ? ഈ വനിതാ മുഖ്യമന്ത്രി എന്ന് പറയുന്നതിന് ഒരു ആഗ്രഹം മാത്രമാണ്. വനിതാ മതിലും അതുപോലെ തന്നെ സ്ത്രീ സ്വാതന്ത്ര്യമൊക്കെ ഘോരഘോരം പ്രസംഗിക്കുന്ന ആളുകളാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ നേതൃത്വത്തിലേക്ക് ഒരു വനിതയെ കൊണ്ടുവരാത്തത്? 2 വനിതകൾ, അതിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു മതേതരത്വം അവർ ആ സ്ഥാനാർത്ഥി പട്ടികയിൽ കാണിച്ചിട്ടുണ്ട്. ശരിക്കും വിസ്മയിപ്പിച്ചത് മുസ്ലിം ലീഗ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ആഴ്ചകൾ മാത്രമേ ഉള്ളൂ. വാദപ്രതിവാദങ്ങളുമായി മുന്നണികൾ സജീവമാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഒന്നുണ്ട്, സ്ത്രീ സ്വാതന്ത്ര്യം, തുല്യത വാദിക്കുന്ന മുന്നണികളിൽ ഇത്തവണയും മത്സരരംഗത്ത് സ്ത്രീ പ്രാതിനിധ്യം എത്രത്തോളം ഉണ്ട് എന്നത്, പുതുമുഖങ്ങളുടെ അല്ലെങ്കിൽ യുവത്വം എത്രമാത്രം, ഈ വിഷയമാണ് വനിതാ ജംഗ്ഷൻ പരിശോധിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ചോദിക്കട്ടെ, ഇത്തവണ ഒരു വനിതാ മുഖ്യമന്ത്രി പോട്ടെ, ഒരു ആഭ്യന്തരമന്ത്രിയെങ്കിലും ഉണ്ടാകുമോ? ഈ വനിതാ മുഖ്യമന്ത്രി എന്ന് പറയുന്നതിന് ഒരു ആഗ്രഹം മാത്രമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഈ സാക്ഷരതയിലും അതുപോലെ തന്നെ പുരോഗമനത്തിലൊക്കെ ഏറെ മുന്നിലാണ് കേരളം എന്ന് പറയുമെങ്കിൽ കൂടി ഇതുവരെ നമുക്കൊരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടേ ഇല്ല. പക്ഷേ ഐശ്വര്യ പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾ പല കാലങ്ങളിലായിട്ട് പല വനിതാ നേതാക്കളും വനിതാ മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിച്ചവരുണ്ട്. ഇപ്പോൾ നമ്മൾ കുറേ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ KR ഗൗരിയമ്മ, അതുപോലെ തന്നെ സുശീല ഗോപാലൻ, ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്നതായിരുന്നു KK ശൈലജ ടീച്ചർ. പക്ഷേ ഒരു വനിതാ മുഖ്യമന്ത്രി എന്നുള്ളത് ഇപ്പോഴും നമ്മുടെ ഒരു സ്വപ്നം മാത്രമാണ്. നമുക്ക് ഇപ്പം കേരളത്തിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ 3 മുന്നണികളാണുള്ളത്. അതിൽ ഇപ്പോൾ NDA എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും അങ്ങനെ പറയാനില്ല. നേതാക്കന്മാർ അടികൂടി വളർന്നു വരുന്നതേ ഉള്ളൂ. അവിടെയും ഒരു ശോഭ മാത്രമേ ഉള്ളൂ. ഇനി LDFലേക്ക് വന്നു കഴിഞ്ഞാൽ അമ്പിളി പറഞ്ഞ പോലെ ഒരു KK ശൈലജയുണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നത് ക്യാപ്റ്റൻ വീണ്ടും പിണറായി വിജയൻ തന്നെയാണ്. ഇനി കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ഈ പറഞ്ഞതുപോലെ ആദ്യം അവർ തമ്മിലൊരു തീരുമാനത്തിലെത്തണം, ആരാണ് പ്രതീക്ഷിക്കുന്ന വകയില്ല. അതെ. പക്ഷേ ഇവിടെയൊക്കെയും എന്തുകൊണ്ടാണ് ഒരു സ്ത്രീയുടെ പേര് അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റനായി ഒരു വളർന്നു വരാൻ ഒരു വനിതയെ എന്തുകൊണ്ടാണ് അനുവദിക്കാത്തത് എന്നൊരു ചോദ്യം ബാക്കിയാണ്. കാരണം വനിതാ മതിലും അതുപോലെ തന്നെ സ്ത്രീ സ്വാതന്ത്ര്യമൊക്കെ ഘോരഘോരം പ്രസംഗിക്കുന്ന ആളുകളാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ നേതൃത്വത്തിലേക്ക് ഒരു വനിതയെ കൊണ്ടുവരാത്തത്? KK ശൈലജയ്ക്ക് നമുക്കറിയാം, വോട്ട് പെർസെൻറ്റേജ് എത്രത്തോളം കൂട്ടിയ ആളാണ്. ഒരു അത്രയും ജനകീയമായ ഒരു നേതാവായി വളർന്നു വരികയായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് നേതൃതലത്തിലേക്ക് ഒരു വനിതയെ ഇവരാരും കൊണ്ടുവരാത്തത്? എന്തുകൊണ്ടാണ് ഒരു നേതൃപാടവത്തിലേക്ക് ഒരു സ്ത്രീ വരാത്തത് എന്നുള്ളത്. പക്ഷെ കേരളത്തിൽ രാഷ്ട്രീയത്തിൽ സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു പാർട്ടികളും ഉണ്ട്, അതുപോലെ തന്നെ സമൂഹവും അങ്ങനെയാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ നേതൃനിരയിലേക്ക്, പ്രത്യേകിച്ച് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. മുഖ്യമന്ത്രി പോയിട്ട് നമ്മൾ ഈ പറയുമ്പോൾ പോലും സ്ത്രീകൾക്ക് വലിയ പ്രാതിനിധ്യം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ പോലും എത്ര MLA-മാർ നമ്മുടെ നിയമസഭയിലുണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മുടെ രാജ്യത്തേക്ക് വരികയാണെങ്കിൽ നമ്മളെ രാജ്യതലസ്ഥാനം ഭരിക്കുന്നത് ഒരു വനിതാ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ആണ്. പിന്നെ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി, ഇങ്ങനെ ചുരുക്കം ചിലരല്ലാതെ ആരും നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ തമിഴ്നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഒരു കാലത്ത് ജയലളിത. പക്ഷേ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും കേരളം രാഷ്ട്രീയ പ്രബുദ്ധതയുടെ ഒരു നാട് കൂടിയാണ് എന്ന് എല്ലാവരും പറയാറുണ്ട്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരും നമ്മൾ ഇന്ത്യ നോക്കുമ്പോഴൊക്കെ അങ്ങനെയാണ്. പിന്നെ കുറച്ചും കൂടിയും രാഷ്ട്രീയ പ്രബുദ്ധതയും അതേപോലെ വിദ്യാസമ്പന്നരും പിന്നെ തെരഞ്ഞെടുപ്പിനെ വളരെ വ്യത്യസ്തതയോടെ വീക്ഷിക്കുന്ന, ഒരു കക്ഷി രാഷ്ട്രീയങ്ങൾക്കപ്പുറം വീക്ഷിക്കുന്ന ഒരു വിഭാഗം ജനതയും ഉള്ള ഒരു നാടാണ് കേരളം. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് ഇതേപോലെ തന്നെ നേതൃപാടവത്തിലേക്ക് വനിത വരുന്നില്ല, അല്ലെങ്കിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഈ നിയമസഭയിൽ കുറയുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഐശ്വര്യ പറഞ്ഞ പോലെ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 50% സ്ത്രീ സംവരണം എന്നുള്ളത് ആദ്യം നടപ്പാക്കിയൊരു സംസ്ഥാനം നമ്മുടെ കേരളമാണ് 2010. പക്ഷെ അതിപ്പോഴും അതുപോലെ തന്നെ ഏകദേശം നടപ്പാക്കുന്നുണ്ട്. പക്ഷെ നിയമസഭയിലേക്ക് വരുമ്പോഴാണ് അത് പേരിന് മാത്രം ഒതുങ്ങുന്നു എന്നുള്ളതാണ്. നിലവിലാകെ 12 MLA-മാരാണുള്ളത്. ഇപ്പം ഇനി 16ാം നിയമസഭയിലേക്കുള്ളൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുമല്ലോ എത്രത്തോളം. നമ്മൾ ഈ പറയുന്ന പോലെ പ്രതീക്ഷയ്ക്ക് വലിയ വകയൊന്നുമില്ലാത്തൊരു സ്ഥാനാർത്ഥി പട്ടികയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്, അല്ലേ? അതെ, വളരെ ശരിയാണ്. നമുക്ക് ഇപ്പോഴത്തെ ഒരു സ്ഥാനാർത്ഥി പട്ടിക നോക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര മതിപ്പുള്ളത് സത്യം പറഞ്ഞാൽ മുസ്ലിം ലീഗിലാണ്. കാരണം മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച 27 സ്ഥാനാർത്ഥികളിൽ 2 വനിതകളുണ്ട്. അതിൽ ഈ പറഞ്ഞതുപോലെ ഒരു മുസ്ലിം വനിതയും ഉണ്ട്,
വേറൊരു മതത്തിൽപ്പെട്ടൊരു ആളും ജയന്തിരാജൻ, അതെ. നമുക്കത് ഭയങ്കര മുസ്ലിം ലീഗിൽ അത്രയും കുറച്ചുകൂടി ഉയർന്ന് ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിൽ 8 യുവാക്കളാണ്. ശരിക്കും വിസ്മയിപ്പിച്ചത് മുസ്ലിം ലീഗ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഈ 55 സീറ്റുകൾ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ 9 സീറ്റുകളാണ് വനിതകൾക്ക് ലഭിച്ചത്. അതായത് ഇവിടെ എവിടെയാണ് അത്ര സ്ത്രീ പ്രാതിനിധ്യമുള്ളത്? അതിൽ ജയസാധ്യതയുള്ള എത്ര സീറ്റുകൾ ഉണ്ട് എന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതെ, ജയസാധ്യത ഉള്ള മണ്ഡലങ്ങൾ എപ്പോഴും ഈ പുരുഷ കേന്ദ്രീകൃതമാകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനി രണ്ടാം ഘട്ട പട്ടിക എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ 37 വനിതകൾ ഇല്ല. അപ്പോൾ വനിതകൾക്കൊരു റോളും അതിനകത്ത്. കോൺഗ്രസിന് രണ്ടാം പട്ടികയിൽ വനിതാ സ്ഥാനാർത്ഥികളെ കാണാനില്ല. അത് ഈ പറഞ്ഞ പോലെ എനിക്ക് ആശ്ചര്യമുണ്ടാക്കിയ കാര്യമാണ്. ഇനി നമുക്ക് അവിടെ നിന്ന് CPM-ലേക്ക് വരാം. CPM-ൽ ആദ്യം തന്നെ ഞങ്ങളെല്ലാം റെഡിയാണ്, നേരിടാൻ റെഡിയാണെന്നൊക്കെ പറഞ്ഞ് 81 പേരുടെ പട്ടിക മൊത്തം പ്രസിദ്ധീകരിച്ചു. അതിൽ ആകെയുള്ളത് 10 വനിതകൾ. അപ്പോൾ ഇതിലെവിടെയാണ്? ആ 10 വനിതകളിൽ 2 പേര് ബന്ധു നിയമനത്തിന്റെ പേരിലാണെന്ന് പറയാം. ഒന്ന് പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവന്റെ ഭാര്യ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു, ഒന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമല ടീച്ചർ തളിപ്പറമ്പിൽ മത്സരിക്കുന്നു. ബാക്കി മത്സരരംഗത്തുള്ളവരൊക്കെ നിലവിൽ കഴിഞ്ഞ തവണയൊക്കെ മത്സരിച്ചവരാണ്. ഇപ്പം നമ്മൾ ആരോഗ്യമന്ത്രി വീണ ജോർജ്, യു പ്രതിഭ MLA ഒക്കെ. പക്ഷെ അതിലും പുതുമുഖങ്ങൾക്ക് ഐശ്വര്യ പറഞ്ഞ പോലെ തന്നെ പുതിയ വനിതകൾക്കായാൽ എത്രത്തോളം പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. CPM ആണ് ഏറ്റവും കൂടുതൽ വനിതകളെ ഈ പുരോഗമനവും അതുപോലെ തന്നെ നവോത്ഥാനവും ഒക്കെ പറയുന്ന ഒരു പാർട്ടി. പക്ഷേ അവർക്കും നിലവിൽ പുലർത്തിപ്പോരുന്ന അതേ ഈ കീഴ്വഴക്കങ്ങൾ തന്നെയാണ് അവരും പുലർത്തി പോന്നിട്ടുള്ളത്. അതാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു പട്ടികയിലും കാണാൻ സാധിച്ചത്. ഇനി CPI-യിലേക്ക് വന്നു കഴിഞ്ഞാലും 25 പേരുടെ പട്ടികയിൽ 5 വനിതാ സ്ഥാനാർത്ഥികളാണ്. അതിലും ഈ മത്സരിച്ച ആളുകൾ തന്നെ, മന്ത്രിമാർ തന്നെ വീണ്ടും മത്സരിക്കുന്നുണ്ട് എന്നുള്ളതാണ് CPM-ലെ അവസ്ഥ, CPI-യുടെ അവസ്ഥ. ഇനി BJP NDA-യിലേക്ക് വന്നു കഴിഞ്ഞാലും സ്ഥിതി വ്യത്യസ്തമൊന്നുമല്ല. പേരിന് മാത്രം വനിതകൾ അങ്ങും ഇങ്ങും ഉണ്ടെന്ന് മാത്രം. അതിൽ ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ടത് ഇപ്പോൾ ഏറ്റവും വിജയസാധ്യത കൽപ്പിക്കുന്ന ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഉയർത്തി കാണിക്കാൻ ആകെ ഒരു വനിതാ നേതാവ് മാത്രമേ ഉള്ളൂ. അതും പൊരുതി നേടി വന്നതാണ്. ഈ എല്ലാ അടിച്ചമർത്തിപ്പെട്ടിരുന്ന ഒരു നേതാവായിരുന്നു. പക്ഷെ അവിടെ നിന്നൊരു ഫിനിക്സ് പക്ഷിയെ പോലെ പാർട്ടിക്കകത്തു നിന്നുള്ള ഈ കലഹങ്ങൾക്കിടയിലും ഉയർന്നു വന്ന നേതാവാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഈ പേരിന് മാത്രമേ വനിതാ ഒരു പ്രാതിനിധ്യം ഉള്ളൂ. അതായത് ഈ 3 മുന്നണികളും എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും വനിതകൾക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല. അതിലെനിക്ക് തോന്നുന്നു ഈ മുസ്ലിം ലീഗിനെയാണ് എല്ലാവരും എപ്പോഴും നമ്മൾ ഈ കുറ്റം പറയുന്നത്, അല്ലെങ്കിൽ എപ്പോഴും യാഥാസ്ഥിതിക ചിന്താഗതി എന്ന് പറഞ്ഞ് നമ്മൾ എപ്പോഴും നിലനിർത്തുന്നത് മുസ്ലിം ലീഗിനെയാണ്. പക്ഷെ അതിൽ നിന്ന് ഒരു കാലാനുസൃതമായ മാറ്റത്തിലേക്ക് വന്നിട്ടുള്ളത്, അതായത് ഐശ്വര്യ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2 വനിതകൾ, അതിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു മതേതരത്വം അവർ ആ സ്ഥാനാർത്ഥി പട്ടികയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ പുതുമുഖങ്ങൾ, വളരെ സീനിയറായ 2-3 ലീഡേഴ്സിന് മാത്രമാണ് അവർ ടേം വ്യവസ്ഥ ബാധകമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു കാലത്തിനനുസൃതമായ ഒരു പട്ടികയിലേക്ക് കടന്നിട്ടുള്ളത് ലീഗ് മാത്രമാണ് എന്നുള്ളതാണ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. വളരെ ശരിയാണ്. അതാണ് നമുക്ക് ഈ മുസ്ലിം ലീഗിൻ്റെ കാര്യം പറയുമ്പോഴേക്കും ആ പട്ടിക കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ മറ്റുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ യുവാക്കൾക്ക് അല്ലെങ്കിൽ ഒരു യുവ പ്രാതിനിധ്യവും കുറവാണ്, കൂടാതെ സ്ത്രീകൾക്കും പ്രാതിനിധ്യം കുറവാണ്. ഇനി മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് എവിടെയാണ് ഈ സ്ത്രീകളെ മത്സരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതായത് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ എപ്പോഴും പുരുഷ കേന്ദ്രീകൃതമാണ്. ഈ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഈ മത്സരിക്കുമ്പോൾ അവിടെ മറ്റു പാർട്ടികൾ നിർത്തുന്നത് സ്ത്രീകളെ ആയിരിക്കും. കാരണം എന്തായാലും തോക്കുമല്ലോ. അപ്പം തോൽവി സാധ്യത കൂടുതലുള്ള മണ്ഡലങ്ങളിലാണ് സ്ത്രീകൾ എപ്പോഴും പരിഗണിക്കാറ്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ KK ശൈലജയുടെ കാര്യം. 2016 വിജയിച്ചു. അതിനുശേഷം ആരോഗ്യമന്ത്രി എന്ന നിലയിൽ വലിയ രീതിയിലുള്ള മികച്ച പ്രകടനം കാഴ്ചവെച്ചൊരു മന്ത്രിയായിരുന്നു KK ശൈലജ. പക്ഷേ ഇപ്പോൾ ഐശ്വര്യ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ പേരാവൂർ എന്ന മണ്ഡലത്തിലേക്കാണ് KK ശൈലജ ടീച്ചർ മാറ്റിയതും. അതും CPM ഒരു വെല്ലുവിളി പോലെയാണ്. അതായത് അവർക്ക് ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ടീച്ചറെ അവിടേക്ക് മത്സരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ മുഖ്യമന്ത്രി ഒരേ മണ്ഡലത്തിൽ 3 തവണ മത്സരിക്കുമ്പോൾ KK ശൈലജയെ പോലുള്ള CPM-ലെ വനിതയിൽ, അതായത് കേരള രാഷ്ട്രീയം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നേതാവിനെ ഇതേപോലെ മണ്ഡലം മാറ്റി അവരെ വെല്ലുവിളി ഏറ്റെടുക്കാൻ വേണ്ടി നിയോഗിക്കപ്പെടും. അത് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ വേണ്ടിയാണോ, അതോ ഇനി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അവിടെ വെച്ചത് അവസാനിക്കുമല്ലോ എന്ന പ്രതീക്ഷയാണോ? കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്ന നിലയിലാണ് അവിടെ KK ശൈലജ ടീച്ചറെ മത്സരിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇതിന് മുൻപ് സണ്ണി ജോസഫിനോട് മത്സരിച്ച സമയത്ത് തോറ്റിരുന്നു. അതെ. അപ്പോൾ ഇപ്രാവശ്യം 3000 വോട്ടുകൾക്കാണ് തോറ്റിട്ടുള്ളത്. പക്ഷേ ഇനി അവിടെ നിന്ന് കൂത്തുപറമ്പിലേക്ക് വരുമ്പോഴേക്കും 12,000-ലധികം വോട്ടുകൾക്കാണ് ശൈലജ ടീച്ചർ ജയിക്കുന്നത്. അതിനുശേഷം ആരോഗ്യമന്ത്രി എന്ന നിലയിൽ മികച്ച പേരെടുത്തതിന് ശേഷം 60,000-ലധികം
വോട്ടുകൾക്കാണ് വിജയിച്ചത്. അത് അത്രത്തോളം ജനപിന്തുണയുള്ള നേതാവാണ് എന്ന് മനസ്സിലാക്കി. പക്ഷേ അപ്പോഴും മന്ത്രിസ്ഥാനം കൊടുത്തില്ല എന്നുള്ളത് ശരി തന്നെയാണ്. അതിനുശേഷം വീണ്ടും വരുമ്പോൾ മട്ടന്നൂർ മാറി പേരാവൂരിൽ മത്സരിക്കുന്നു. ആദ്യം ജനപിന്തുണയുള്ള നേതാവിനെ ലോക്സഭാ ഇലക്ഷനിൽ മത്സരിപ്പിച്ച് തോറ്റിട്ടുണ്ട്. അതായത് ശൈലജ ടീച്ചർ വടകരയിൽ മത്സരിച്ച് ഷാഫി പറമ്പിലിനോട് തോക്കുന്നു. അങ്ങനെ ഒരു ഐശ്വര്യ പറഞ്ഞ പോലെ തന്നെ ഒരു ഇമേജിലൊരു വനിതാ നേതാവിനെ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാമോ ആ രീതിയിലൊക്കെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഏത് പാർട്ടിയിലായാലും കാണുന്നത്. പക്ഷേ കണ്ണൂരിൽ തന്നെ ധർമ്മടത്തെടുത്തു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അവിടെ തന്നെയാണ്. ഈ മാറി നിന്ന് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇനി വിജയസാധ്യത കുറഞ്ഞ മണ്ഡലങ്ങളിൽ നിന്ന് പരീക്ഷിക്കാനോ അത്തരം കാര്യങ്ങൾക്കൊന്നും ധൈര്യം വന്നിട്ടില്ല. പക്ഷെ അവിടെയും പരീക്ഷിക്കുന്നത് ശൈലജ ടീച്ചറെ പോലെ ജനകീയയായ ഒരു നേതാവിനെ തന്നെയാണ് മത്സരിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് സ്ത്രീകളുടെ അവസ്ഥ പൊതുവേ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ CPM-ൻ്റെ CPI-യുടെ ഒക്കെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് RSP. ഒരൊറ്റ സ്ഥാനാർത്ഥി പോലും ഒരൊറ്റ വനിതാ സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളതാണ് RSPയുടെ. അങ്ങനെ വളരെ കുറച്ച് സീറ്റേ ഉള്ളൂ, 5 സീറ്റേ ഉള്ളൂ. പിന്നെ അതിൽ CMP അല്ല RMP KK രമ മത്സരിക്കുന്നുണ്ട് വടകര. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ സ്ത്രീകൾക്ക് ഒട്ടും പ്രാതിനിധ്യമില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വലിയ ഒരു ആശയ്ക്കോ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയ്ക്കോ ഒന്നും വകയില്ല എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം ഐശ്വര്യ പറഞ്ഞ പോലെ തന്നെ ഈ സ്ത്രീകളുടെ നമ്മളെ ജനസംഖ്യയിൽ പകുതിയിലധികം സ്ത്രീകളുള്ളൊരു നാടാണ് കേരളം. അതായത് 52% സ്ത്രീകളാണെന്ന് പറയുന്നു. 33% സംവരണം നടപ്പാക്കുകയും അത് നിയമമാവുകയൊക്കെ ചെയ്തു. പക്ഷേ അങ്ങനെയാണെങ്കിൽ 140 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് 47 വനിതാ MLA-മാരെങ്കിലും നമ്മുടെ നിയമസഭയിൽ ഉണ്ടാകണം ആ കണക്കനുസരിച്ച്. പക്ഷേ അതെന്തുണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹവും പ്രതീക്ഷയും ഒക്കെ. 1957 നമ്മുടെ സർക്കാർ അധികാരത്തിൽ ഏറുമ്പോൾ 6 വനിതാ MLA-മാരാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് നമ്മൾ ഈ 2026 എത്തുമ്പോഴും 12 പേര് മാത്രമാണുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഈ പറയും പോലെ ഒരു 47 എന്ന് കേരളം എത്തുമെന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യം. ഈ ഒരു യുവജനതയുടെ സാന്നിധ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോസ്റ്ററുകളിലൊക്കെ ചില ആളുകൾ ഒട്ടിക്കുന്നത് പോലെ ഈ കടൽ കിഴവന്മാരെ കൊണ്ട് രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോസ്റ്ററുകളിലൊക്കെ കാണുന്നുണ്ട്. അതുപോലെയാണ് യുവാക്കൾക്കൊരു അല്ലെങ്കിൽ യുവജനതയുടെ പ്രാതിനിധ്യവും തീരെ കുറവാണ്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി വളർത്തിയെടുക്കാൻ അതിന് പിന്നിൽ ഒരുപാട് നേതാക്കന്മാർ, ഒരുപാട് അണികൾ പ്രവർത്തിക്കും. പക്ഷേ എല്ലാവർക്കും സീറ്റ് കൊടുക്കുക എന്നുള്ളത് പ്രായോഗികമായ കാര്യമല്ല. പക്ഷേ കോൺഗ്രസ്സിലാണെങ്കിലും ശരി തന്നെയാണ്. ഈ CPM-ൽ അല്ലെങ്കിൽ ഇടതുപക്ഷത്ത് അത്രയധികം നടക്കില്ല. കാരണം അതങ്ങനെ ആ പാർട്ടിയുടെ ഒരു രീതി അതായതുകൊണ്ട്. പക്ഷേ കോൺഗ്രസ്സിൽ എല്ലാവർക്കും ശബ്ദം ഉയർത്താനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മത്സരിക്കണം. അതെല്ലാവരും പരസ്യമായി പറയും. അത് വലിയൊരു അടിയിലേക്ക് കലാശിക്കും. പിന്നെ അങ്ങോട്ട് ചാട്ടം ഇങ്ങോട്ട് ചാട്ടം മറുകണ്ഠം ചാട്ടമൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് പക്ഷെ അവിടെയും ഈ യുവാക്കൾക്ക് അധികം പ്രാധാന്യം കൊടുക്കുന്നില്ല. അവിടെയും വ്യത്യസ്തമാകുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ്. പിന്നെ BJP-യുടെ കാര്യം പറയുകയാണെങ്കിൽ BJP-ക്കും സ്ഥാനാർത്ഥികൾ, ജനകീയനായ ഒരു സ്ഥാനാർത്ഥി സത്യം പറഞ്ഞാൽ മറ്റു മണ്ഡലങ്ങളിൽ കിട്ടാനില്ല. ഈ നേമത്താണെങ്കിലും പാലക്കാടൊക്കെ പോലെ അല്ലെങ്കിൽ മഞ്ചേശ്വരം പോലെ നമുക്കൊരു ജനകീയമായ നേതാക്കന്മാരുണ്ടെങ്കിലും മറ്റുള്ള മണ്ഡലങ്ങളിൽ ഈ അവിടെ പ്രവർത്തിച്ചു വരുന്ന അല്ലെങ്കിൽ അവിടെ പാർട്ടിയുടെ സ്വാധീനമുള്ള ആളുകളാണ് മത്സരിക്കുന്നത്. അവിടെയും യുവാക്കൾക്ക് അധികം പ്രാധാന്യം കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇനി നാടിന് വേണ്ടി ആരെ ജയിപ്പിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്പിളി ആരുടെ പേരായിരിക്കും പറയുന്നത്? ഇനി ആര് ജയിക്കണം അല്ലെങ്കിൽ ഒരു ഇപ്പം വിദ്യാഭ്യാസ യോഗ്യതയാണെങ്കിലും പ്രായോഗികതയുടെ കാര്യത്തിലാണെങ്കിലും ആര് ജയിക്കണം എന്നാണ് അമ്പിളിയുടെ ഒരു ആഗ്രഹം? നമ്മളെപ്പോഴും ഏത് പാർട്ടി ആയാലും ഇപ്പം ഇടതുമുന്നണി ആയാലും അല്ലെങ്കിൽ UDF ആയാലും BJP ആയാലും ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് എപ്പോഴും നമ്മുടെ വോട്ടർമാരാണ്. അവസാന നിമിഷം നമ്മുടെ വോട്ടർമാർ തീരുമാനിക്കും ആരാണ് ഞങ്ങളെ ഭരിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇനി കേരളത്തിൻ്റെ ഒരു അവസ്ഥ ഈ അമ്പിളി സൂചിപ്പിച്ചതുപോലെ ഇനി വോട്ട് ചെയ്യാൻ മാത്രമേ സ്ത്രീകൾക്ക് ഈ പറഞ്ഞ പോലെ യോഗമുള്ളൂ അല്ലെങ്കിൽ യോഗമുള്ളൂ എന്ന് തോന്നുന്നു. കാരണം നമുക്കൊരു വനിതാ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി, റവന്യൂ മന്ത്രിയൊക്കെ ഇനി ഏത് കാലത്ത് ഉണ്ടാകും? ഇനി എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ 47 MLA-മാരെ നമുക്ക് നമ്മുടെ നിയമസഭയിൽ കാണാൻ സാധിക്കും. അതിനെ നയിക്കാൻ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകും എന്നുള്ളതൊക്കെ കേരളത്തിലെ ജനങ്ങളുടെ ഒരു പ്രതീക്ഷയും അല്ലെങ്കിൽ ആഗ്രഹവും കൂടിയാണ്.